ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദിക്കുട്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് April 16 ആണ്. അപ്പോൾ ആദിക്കുട്ടിൻ്റെ 12 വയസ്സ് തികയുന്ന ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ എന്തായാലും അധികം ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ അവന് സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അജുവേട്ടൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിഷു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷു വ്ളോഗ് കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും അവർ വിഷുവിന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം രാവിലെ പോകാനുള്ള പ്ലാനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ മമ്മി പറഞ്ഞ മമ്മിക്കാണെങ്കിൽ സമയം പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആദിക്കുട്ടനാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകണമായിരുന്നു. അതേപോലെ അജുവേട്ടനാണെങ്കിൽ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആദ്യം വരുമ്പോഴേക്കും അജുവേട്ടൻ ഓഫീസിൽ പോകുമായിരുന്നു. അപ്പോൾ രാത്രി 10 മണി ഒരാൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇവിടെ നിന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ. പിന്നെ പപ്പയ്ക്കൊക്കെ ആണെങ്കിലും നമ്മൾ ലേറ്റായിട്ട് വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ അതും പറ്റില്ല. കാരണം പപ്പയ്ക്ക് ഹാർട്ടിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള, അതായത് അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണ ഫുഡ് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മളല്ലാത്ത അല്ലറ ചില്ലറ നമ്മളെ ഒപ്പിക്കലായിട്ടുള്ള അങ്ങനത്തെ ഫുഡുകളൊന്നും അവർക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ആഘോഷം എന്ന് വെച്ചാൽ ആജുവിന് ലീവ് എടുക്കാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അവരൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് നിൽക്കണത്, എന്നാൽ ഞങ്ങളും പോട്ടെ, വീട്ടിൽ പോയിട്ടും പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ തിരിച്ച് ബറോഡയിലേക്ക് പോവാണ് കേട്ടോ രാവിലെ. അപ്പോൾ ആദ്യകൂട്ടം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവനും സ്കൂളിൽ പോവും, അവരും ബറോഡയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ കൊണ്ടുപോകാൻ കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് ലാഭത്തിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വിലക്കുറവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ച്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യക്കൂട്ടനും റെഡിയായി. അവനും സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അമ്മയും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതാണ് എല്ലാവരും ഹാഫ് പോർഷൻ മാത്രം വന്നിട്ട് ഫേസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇതുപോലെ വൈകിട്ട് എന്നാൽ വെളിയിൽ പോകാം എന്നൊരു പ്ലാനൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പം മമ്മി പറഞ്ഞു മമ്മിക്ക് ഈ പറഞ്ഞ പോലെ ചവയ്ക്കാനെടുക്കാനൊക്കെ പാടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനില്ല, പിന്നെ ദഹിക്കില്ല കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ വരുന്നില്ല, പപ്പയും കൂട്ടി പൊക്കോളൂ നിങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടിയും സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു മടി പിടിച്ചു, വണ്ടിയും ഇല്ല. പിന്നെ മമ്മി ഇങ്ങനെ പറഞ്ഞ് പപ്പയ്ക്കാണെങ്കിലും നോൺ വെജ്, അതായത് ചിക്കന് കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വെളിയിൽ നമുക്ക് ഫിഷും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് വാങ്ങിക്കാനും പറ്റില്ല, ഞങ്ങളിവിടെ അങ്ങനെ വാങ്ങിക്കാറുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു കടയുള്ള നമ്മൾ ദൂരെയുള്ള ഒരു നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ, അവിടെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ ഒത്തിരി ദൂരമുണ്ട്, വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതും നമുക്ക് ഇത്തിരി പാടായിരുന്നു. പിന്നെ മമ്മിയും കൂടെ പറഞ്ഞപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ടോ ഞങ്ങൾ. അങ്ങനെ പിന്നെ ശരി വേണ്ട, നെക്സ്റ്റ് ടൈം വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിട്ടു. അങ്ങനെ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാനൊന്നും അവർക്കും പറ്റിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഒപ്പിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ വെളിയിൽ പോയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സാധാരണ എന്തെങ്കിലും ഐറ്റംസ് പോയിട്ട് കഴിക്കാം. അല്ലാതെ വലിയ ഹോട്ടലിലോ കാര്യങ്ങളോ പോയിട്ട് ആഘോഷവും കാര്യങ്ങളൊന്നും നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെയൊന്നും പോയിട്ടുമില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും ലേറ്റ് ആയൊരു സമയമല്ലേ, സോ അത് കാരണം നമ്മൾ എങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യമായിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ മാത്രം നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ കേട്ടോ, ചേട്ടൻ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് കഴിക്കില്ല. ഞാൻ ആ സമയത്തൊന്നും കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെയുള്ള ടൈമല്ലേ. അപ്പോൾ അതുകൊണ്ട് മധുരം അങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ അജോട്ട് എന്തേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ക്യാമറയിൽ എടുത്തപ്പോൾ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ നിന്ന് ഫോണിലേക്ക് മാറ്റുമായിരുന്നു. അതിൻ്റെ ഒപ്പം മമ്മിയും പപ്പയും അവരൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അവരും 2 വീലറിലായിരുന്നു. നമ്മൾ വിഷുവിൻ്റെ തലേന്നിൻ്റെ തലേന്ന് നമ്മൾ ബറോഡയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും 2 വീലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്, അവരും 2 വീലറിലായിരുന്നു ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നേരത്തെ ഇറങ്ങാൻ കാരണം വെയിൽ വരുമ്പോഴേക്കും വീട്ടിൽ ചെല്ലാമില്ല എന്നുണ്ടെങ്കിൽ പാടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവർ നേരത്തെ ഇറങ്ങേണ്ടത്. എന്നിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്. ആദ്യം പോയതിന് ശേഷം പോകണമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേങ്കിൽ അതിന് മുന്നേ അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, വെയിൽ ആയാലോ എന്ന് പറഞ്ഞിട്ട് 7 മണിയാകുമ്പോഴേക്കും അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ, അപ്പോൾ അവർ ഡ്രസ്സും കാര്യങ്ങളും ബാഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ഫ്രണ്ടിൽ വെച്ചിട്ട് പോകാൻ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടും പിന്നെ ഡിക്കിയിൽ അത്യാവശ്യം സ്ഥലം ഉള്ളതുകൊണ്ട് ഡിക്കിയിൽ വരുന്ന സാധനങ്ങളൊക്കെ അവർ ഡിക്കിയിലേക്ക് മാറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒപ്പിച്ച് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട്, അപ്പോൾ പിന്നെ മമ്മിക്കാണെങ്കിലും പുറകിൽ ഒരുപാട് വെയിറ്റ് വരില്ലല്ലോ അത് കാരണം. അപ്പോൾ ഞങ്ങളങ്ങനെ താഴെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ നിന്നു കുറേ നേരം.
അങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് എത്തിയിട്ട് വിളിക്കണേ, നോക്കി പോണേ, കഴിച്ചിട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ നമ്മൾ മുട്ടയും ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിലും മമ്മിക്കാണെങ്കിലും പപ്പയ്ക്കാണെങ്കിലും ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാഷ്റൂം പോകുന്നൊരു പ്രശ്നമായതുകൊണ്ട് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ കഴിക്കാൻ നിൽക്കണില്ല, ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ എത്താറാകുമ്പോൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഒത്തിരി ലേറ്റ് ആക്കാനും പറ്റില്ലല്ലോ, രണ്ടുപേർക്കും മരുന്നുണ്ട്. മമ്മിക്ക് ഷുഗറിൻ്റെ തൈറോയിഡിൻ്റെ ഒക്കെ മരുന്നുണ്ട്, പപ്പയ്ക്ക് ഹാർട്ടിൻ്റെ ഷുഗറിൻ്റെ അങ്ങനെ കുറേ മരുന്നുകൾ രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് അവരെന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും നേരത്തെ വേണ്ട, അവിടെ എത്താറാകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയി. മമ്മി കളിയൊക്കെ മമ്മി പറയുമായിരുന്നു കണ്ണട വയ്ക്കാൻ പറഞ്ഞു, പൊടി പറക്കണ്ട എന്നിട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ പ്രേതത്തിനെ പോലെ ഉണ്ടാവും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കി, പക്ഷെ അവർ കണ്ടില്ല. ഞങ്ങൾ ശശിയായിട്ട് തിരിച്ചു വന്നു, അവർ വേറെ വഴി കൂടെ പോയത്. അങ്ങനെ അജുവേട്ടൻ വീണ്ടും വെറുതെ ഓരോ പോസുകൾ ഇങ്ങനെ വെറുതെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്യാമറയിൽ. അപ്പോൾ ആദ്യം ഇതേ പെന്ന് കാര്യങ്ങൾ സ്കൂളിലെന്ന് വെച്ചാൽ ഇവരുടെ സ്കൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വീറ്റ്സോ കാര്യങ്ങളോ ചോക്ലേറ്റ്സോ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ സ്കൂൾ കുട്ടികൾക്ക്. അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെന്ന്, പെൻസില്, ഒരു 5ാം ക്ലാസ്സിന് മേളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പെന്ന്, 5ൽ താഴെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെൻസില്, അങ്ങനെ എന്താണോ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ ഈ 2 ഐറ്റംസ് അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറേ പെന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബറോഡയിൽ നിന്ന് തന്നെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെന്നുകൾ കുറവ് തോന്നിയപ്പോൾ പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കാനും വാങ്ങിക്കണമായിരുന്നു. നമ്മൾ വേറെ കുറച്ച് പെന്നും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളർ ഡ്രസ്സ് കിട്ടണം ആശാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അജുവേട്ടൻ പറഞ്ഞു നീ ഒന്ന് ഇരുന്ന് കാണിക്കും, ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റൈലിൽ ഇരിക്കും ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ആ ഒരു സ്റ്റൈലിലും പോസിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞു കുറച്ച് ദിവസം ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറേ ദിവസം അതിൽ പോയിട്ട് ചെല്ല്, ലേറ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അജുവേട്ടനെയും കൂടെ ഞാൻ തള്ളി പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഓഫീസിൽ പോയപ്പോൾ അജുവേട്ടൻ ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു ആരും ഇല്ലെങ്കിലും ശരി അവൻ പാവമല്ലേ, ഈ പറഞ്ഞല്ലോ അവനൊരു സന്തോഷമായിക്കോട്ടെ, നമുക്ക് വേറെ എവിടെയും പോകണ്ട, ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാവില്ലേ, അതായത് ലാറികളൊക്കെ കിട്ടുന്ന ഫുഡ് അങ്ങനെ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആർക്കും വലിയ വിശപ്പില്ല. സത്യം പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഉറങ്ങുന്നിടത്ത് എണീറ്റ് പോയതാണ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങുന്നിടത്തുനിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയതായിട്ട്. സത്യം പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ അതാണ് മുഖത്ത് വലിയ എന്താ പറയുക സന്തോഷമൊന്നും ഇല്ലാത്തതും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോയിൽ എന്താ പറയുക പോകുന്ന വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. ഒന്നാമത് പ്രതീക്ഷിക്കാതെ പോയത് പകുതി ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പനീർ ടിക്ക പോലത്തെ സംഭവമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള വിശപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ 11:30 ആവാറായിട്ടുണ്ടായിരുന്നു. അജുവേട്ടൻ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ 11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഉള്ളിൽ നിറച്ച് മയണൈസും വെജിറ്റബിൾസൊക്കെ കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും. അങ്ങനെ ഒരു സാൻഡ്വിച്ചും അതുപോലെ തന്നെ പനീർ ടിക്കയും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ 3 പേരും കഴിച്ചു. പിന്നെ ഇടയ്ക്ക് ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിട്ട് അതും കൂടെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് വെറുതെ ഗോള മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, അതിന് നിന്നില്ല. അതുകൊണ്ടാണ് അതിന് പകരം നമ്മൾ ഈ ഐസ്ക്രീം മേടിച്ചത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വലിയ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ബർത്ത്ഡേ അവനെ ഹാപ്പി ആക്കി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഡിയേഴ്സ്, അപ്പം ഞങ്ങൾ രാത്രി 12 മണിക്കാണ് വീടെത്തിയത്. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ രാത്രി 12 മണി കറക്റ്റ് ആതിര ബർത്ത്ഡേ കഴിയുന്ന സമയത്ത് ഞങ്ങൾ നൈറ്റ് ഔട്ടും ഫുഡും കഴിഞ്ഞിട്ടല്ലേ ചേട്ടാ കാണിച്ചു പറ ഷട്ടിലുണ്ട് പോത്തി പോയി. അപ്പോൾ നമ്മൾ നൈറ്റ് ഔട്ടും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആതിര ബർത്ത്ഡേ കറക്റ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കയറിയാണ്. കറക്റ്റ് എക്സാക്റ്റ് 12 മണി. അതി അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്.